സൂഫിസം ഇസ്ലാമിന്റെ പതിപ്പല്ല, ഇസ്ലാമിൽ ഉണ്ടായിത്തീർന്ന ഒരു ചിന്താധാര മാത്രമാണ്. ഇസ്ലാം കേവല ആത്മീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രവാചകന്മാരാണ് ഇസ്ലാമിൽ ആത്മീയ ഗുരുക്കന്മാർ. എന്നാൽ ഭൂമിയിൽ വന്ന എല്ലാ പ്രവാചകന്മാരും ജനങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ട് അവരോട് സഹവസിച്ചും കുടുംബം പുലർത്തിയും ഉപജീവന മാർഗങ്ങൾ തേടിയും തങ്ങളുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കിയവരാണ്. ഘോരവനങ്ങളിലോ തപസ്സിരുന്ന് ലഭിക്കുന്ന ആത്മീയതയെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഭൗതികമായ ബന്ധങ്ങൾ വിച്ഛേദിച്ച് ആത്മീയതയിലേക്ക് മനുഷ്യ മനസ്സിനെ നയിക്കുന്ന സൂഫിസം ഇസ്ലാമിന്റെ ഭാഗമല്ല. യൂറോപ്പിലുണ്ടായ നവോത്ഥാനത്തിന്റെ ഉൽപ്പന്നമാണ് ലിബറലിസം. മതത്തിന്റെയും സമൂഹത്തിന്റെയും നിയന്ത്രണത്തിൽ നിന്ന് വ്യക്തിയെ മോചിപ്പിക്കലാണ് ലിബറലിസത്തിന്റെ കാഴ്ചപ്പാട്. ഓരോ ശരീരത്തിന്റെയും ഉടമസ്ഥർ അതത് വ്യക്തികളാണെന്നും സ്ത്രീ ശരീരത്തെ ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണെന്ന വാദമുഖമാണ് ലിബറലിസം. ശക്തരുടെ ആവശ്യം ദുർബലരുടെ പേരിൽ നടപ്പിലാക്കുന്നതിന്റെ പേരാണ് ലിബറലിസം. സൂഫിസത്തിന്റെ അതിരുവിട്ട ആത്മീയതയും ലിബറലിസത്തിന്റെ അതിബൗദ്ധികതയും മുസ്ലിം സമുദായത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ ദുരന്തത്തെ തുറന്നു കാണിക്കുന്ന നാടകം ഇതാ CFM സർഗവേദി അവതരിപ്പിക്കുന്നു. മുസല്ല. യഥാർത്ഥ മുസല്ലയിലേക്ക് ഇവിടെ നിങ്ങളെ ക്ഷണിക്കുന്നു. മുസല്ലയുടെ കഥ സംവിധാനം C. നൌഷാദ്. വേഷമിടുന്നവർ അർഷദ് പെരിങ്ങാല, ഫിയാസ് മാളിയേക്കൽ, ഷജീർ കൊടുങ്ങല്ലൂർ, അനീഷ് പടിപ്പുരക്കൽ, മുർഷിദ് പൊന്നാനി, മുഹമ്മദ് സമീർ, മാരിയ ഹനൂൻ, ഫലാഹ് ഷജീർ. കോളേജ് വിടാൻ സമയമായി. വേഗം ഓക്കെ, ശരി. നിങ്ങളൊന്ന് ഉഷാറാണ്. ഇങ്ങനെയായി പറ്റില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. പറയൂ സഖാവ്, പ്രണയം നമ്മുടെ വിപ്ലവമാണ്. യൗവനം ഒരു അടിപൊളി ഉല്ലാസം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്ത് മനസ്സിലാകാണ്? സഖാവ്, മതത്തിലേക്ക് ഒളിച്ചു കയറണം. നേരെ കയറണം. നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് വളർന്നിട്ടില്ല. സഖാവിനെ തെളിച്ചു പറ. എടാ, തീരുമുണ്ട. ബുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ, അത് ഉപയോഗിക്കാൻ കൂടി പഠിക്കണം. പ്രണയം നടിച്ച് ഇവരെ അകപ്പെട്ട മതഭ്രാന്തിൽ നിന്നുള്ള മോചനത്തെ പറ്റി നിരന്തരം പറഞ്ഞുകൊണ്ട് അവരെ നിരന്തരം വേട്ടയാണ്. ഇപ്പൊ പിടികിട്ടി ഈ സഖാവ്. എനിക്ക് പണി തുടങ്ങി. ഞാൻ പോയിട്ട് വരാം. ഏത് കോളേജിലാണ് പഠിക്കുന്നത്? നിങ്ങൾ എപ്പോഴും ഈ മൂടിപ്പുറച്ചുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്വാതന്ത്ര്യക്ക് വേണ്ടി സ്വന്തമായിട്ട് തീരുമാനമെടുക്കേണ്ട സമയവും കാര്യവും. ശരിയാ, ഞാനും അവനെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഈ ചേട്ടന്മാരോട് നിങ്ങൾ എന്തിനു? എന്തിനാ? എന്തിന്? നല്ല മനുഷ്യരെ സത്യം പറഞ്ഞ അയാൾ ഇത് ഞാൻ മാഷോട് പറയും. നീ എന്നെ പണി നോക്കി പോടാ. ഈ പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ല. ഈ ഭാരതം നെഞ്ചിൽ ചവിട്ടിയ ഇവന്റെ പേക്കൂത്ത് മതിയാക്കണം. നിന്റെ പേക്കൂത്ത് മതിയാക്കാൻ. എന്താ
അനുവദിക്കല്ലേ ഇവിടെ? എന്താ എന്നെ മുസല്ല എന്നെ മുസല്ല തരൂ. എന്നെ മുസല്ല തരാം. എന്നെ മുസല്ല എന്നെ മുസല്ല എന്നെ മുസല്ല എന്ത് സുഖം സക്രാത്തുൽ മൗത്തെന്തു രസം ഭ്രാന്തായാൽ 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 എന്ത് സുഖം സക്രാത്തുൽ മൗത്തെന്തു രസം അതെ അതെ എനിക്ക് ഭ്രാന്താണ് എനിക്ക് ഭ്രാന്താണ് എന്റെ ഭ്രാന്ത് അവരാ തട്ടിപ്പറിച്ച മുസല്ലയോടാണ് തട്ടിപ്പറിച്ച മുസല്ലയോടാണ് എനിക്ക് ഭ്രാന്താണ് എനിക്ക് ഭ്രാന്താണ് ആര് പറയുന്നത് ഭ്രാന്താണ്? ഭ്രാന്തിവനാണ്. അല്ല അല്ല അവനല്ല ഭ്രാന്ത് ഭ്രാന്ത് എനിക്കാ എന്റെ ഭ്രാന്ത് നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്കാണ് ഭ്രാന്ത് എനിക്കാണ് ഭ്രാന്ത് സാറേ, എനിക്കോ ഭ്രാന്ത്? അതെ, തൽക്കാലം ഇപ്പോ നിനക്ക് ഭ്രാന്താണ്. തൽക്കാലത്തേക്ക്. സാറേ, ഇവൻ ആരാണെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇവനാണ് ആ പാവം ഫൈസലിനെ വെട്ടിക്കൊന്നത്. ഇവൻ തന്നെയാണ് ആ മുസല്ലയിൽ വെച്ച് പാവം മൗലവിയെ കത്തിക്കിരയാക്കിയത്. ഇവനെ വെറുതെ വിടരുത് സാറേ, ഇവനെ വെറുതെ വിടരുത്. സാറേ എന്റെ മുസല്ല എന്റെ മുസല്ല എവിടെ സാറേ? നിന്റെ മുസല്ല, നിന്റെ മുസല്ല കഥ കഴിച്ചു. സാറേ സാറേ, ഇവനെ വെറുതെ വിടരുത് സാറേ, ഇവനെ വെറുതെ വിടരുത്. പക്ഷേ നീ രാജ്യദ്രോഹിയാണ്, നീ ദേശവിരുദ്ധനാണ്. നിന്റെ വേഷം കണ്ടാൽ നീ ഒരു ഭീകരവാദി തന്നെ. ബ്രിട്ടീഷുകാരുടെ ബൂൺസ് താക്കി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത നിന്റെയൊക്കെ പൂർവികരല്ല രാജ്യദ്രോഹികൾ. ദേശീയത പറഞ്ഞ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യ മനസ്സിനെ വിഭജിച്ച ഈ ദേശത്തെ ദേശവിചിത്രം നീയാണോ? ദേശവും ഭാഷയും ഭക്ഷണവും നോക്കി നിസ്സഹായരായ നിരപരാധികളായ മനുഷ്യരെ വെട്ടിയും അടിച്ചും ചുട്ടും കൊന്ന നീയാണോ ഭീകരവാദി? ഇവരെയാണ് ശിക്ഷിക്കേണ്ടത്. നല്ല കാര്യം, ഭ്രാന്തുള്ളവരെ ശിക്ഷിക്കുകയോ? നിന്റെ സന്യാസം ഇന്ന് നിർത്തണം. മാഷേ
നിങ്ങൾ എന്താ ഈ പറയുന്നത്? നമ്മളെല്ലാം മറന്ന് ഇലാഹിലിങ്ങനെ അലിഞ്ഞു ചേരണം. ഈ ദുനിയാവില് നമുക്ക് ഒരു ബന്ധവും വേണ്ട. പക്ഷേ ഈ ദുനിയാവില് നമ്മൾ എന്തിനാ സമയം കളയുന്നത്? അപ്പൊ ഇലാഹ് നമ്മളിൽ ലയിച്ചു ചേരും. ഭ്രാന്തായാൽ എന്തു സുഖം. സൃഷ്ടികളെ വേണ്ടാത്തവനെ സൃഷ്ടാവിന് വേണ്ടേ വേണ്ട. നീ ഈ ദുനിയാവിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിന്നോട് കരുണ കാണിക്കും. നീ ഈ ദുനിയാവ് എന്തിനു ഉപേക്ഷിക്കണം കാതറെ? പക്ഷേ നമ്മൾ ഈ ദുനിയാവിൽ പടച്ചതമ്പുരാനെ ഇങ്ങനെ ഇലാഹിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണം. എന്നിട്ട് എല്ലാ ബന്ധങ്ങളും മറന്ന് നമ്മളിങ്ങനെ ഇലാഹിൽ ലയിച്ചു ചേരണം. അതിന് വിട്ടുപേര് തപ്പണം. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മനസ്സിലാക്കാറ്, എന്നിട്ട് തന്നെ തന്നെ പ്രണയിക്കും. ഇഷ്ടമുള്ളതൊക്കെ കുടിക്കരുത്, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കും, ഇഷ്ടമുള്ളവരെ ബോധിക്കും. ഇതല്ലേ ഫ്രീഡം? ഇതാണോ ഫ്രീഡം? തന്നെ തന്നെ ഈ നാടിന്റെ ശാപമാണ് നിന്റെ പോലുള്ള ജന്മങ്ങൾ. മുടിയാനായിട്ട് നിന്നെ പോലുള്ളവർ ഈ മുടിഞ്ഞ ജന്മങ്ങൾ പല പോലെ വളരും. പക്ഷേ നിങ്ങളുടെ ഈ ദുനിയാവിലെ മോഹങ്ങളൊക്കെ നിർത്തണം. എന്നിട്ട് ഇലാഹിനെ പ്രണയിക്കണം. എന്ത് രസമായിരിക്കും. പ്രണയം സമർപ്പണമല്ലേ അറിയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയം സമർപ്പണമല്ലേ അറിയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ നിർത്തുകാതരെ, ഈ ഭ്രാന്ത് ആര് പറഞ്ഞു തന്നു? പക്ഷേ ഇത് അള്ളാഹുവിന് ഇലാഹിന് നമ്മൾ ലയിച്ചു ചേരണം. പക്ഷേ ഒന്നും ആഗ്രഹിക്കാതെ ഇലാഹിലേക്ക് നമ്മൾ ലയിച്ചു ചേരണം. അപ്പോൾ ഇലാഹ് നമ്മളെ മാടിയിരിക്കും. ഇലാഹിലേക്ക് നമ്മൾ ലയിച്ചു ചേരണം. പക്ഷേ കാതറെ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ ഈ തലമുറ, ഈ കുടുംബങ്ങളിലെ കുട്ടികൾ വഴിതെറ്റി പോകുന്നത് നീ കാണുന്നില്ലേ? നീ ഇങ്ങനെ ചുറ്റുമുള്ളതൊന്നും കാണാതെ പ്രണയം നടിച്ച് ഇങ്ങനെ ജീവിച്ചു. ഇത് ഭ്രാന്തല്ല, ഒളിച്ചോട്ടമാണ്. ഉത്തരവാദിത്തത്തിനുള്ള ഒളിച്ചോട്ടം. ഒളിച്ചോട്ടം? ഞാൻ എവിടെ പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ അടിച്ചു പൊളിക്കുന്നു. പക്ഷേ നമ്മൾ ഇലാഹിലേക്ക് ലയിച്ചു ചേരണം. പക്ഷേ അപ്പോൾ ഇലാഹ് നമ്മളെ ചേർത്ത് പിടിക്കും. അതാണ് ഈ മുസല്ല നമുക്ക് നൽകുന്ന സന്ദേശം. പക്ഷേ നിങ്ങൾ ഈ ആത്മീയ സുഖത്തിൽ ഇങ്ങനെ ആരാടുമ്പോൾ നിങ്ങളുടെ മകൾ അവൾ ഈ ഭൗതിക സുഖത്തിൽ ലയിച്ചു ചേരട്ടെ. എന്റെ മോളെ കുറിച്ചാണ് അവൻ പറഞ്ഞത്. അതേ കാതറെ, ഈ വഴിതെറ്റി പോകുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ മോളും ഉണ്ടെന്നുള്ള സത്യം നീ തിരിച്ചറിയണം. എന്റെ മോള ഇതിലൊന്നും നിങ്ങൾ ബേജാറായി. എന്റെ ഉപദേശം കൊണ്ടൊന്നും നീ നേരെയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് ഭ്രാന്ത് തന്നെയാണ്, ഭ്രാന്ത്. സഖാവേ, പറഞ്ഞു കൊടുക്കങ്ങനെ പറഞ്ഞു കൊടുക്കണം. കുട്ടി
നിങ്ങൾക്ക് ചരം കെട്ടിട്ടുണ്ട് മാഷെ. അവർ പാറിപ്പറക്കട്ടെ. മതത്തിന്റെ മതിൽക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് വിഹാരത്തിന്റെ വിരിമാറി അവർ പാറിപ്പറക്കട്ടെ. സ്വാതന്ത്ര്യം അതെന്തെന്ന് അവർ അറിയട്ടെ. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ തന്റെ തിളച്ചു മറിയുന്ന വിപ്ലവം? മാതാപിതാക്കളെയും മക്കളെയും തിരിച്ചറിയാത്ത സാംസ്കാരിക ജീർണതകൾ സൃഷ്ടിക്കുന്ന നീയൊക്കെ ഒരു സമുദായത്തെ വേട്ടയാടുകയാണ്. ഇന്ത്യയൊക്കെ ഒരു സമുദായം ജീർണതകളുടെ അട്ടിപ്പരുകളാണ് നിങ്ങൾ. ചുമ്മന സമരങ്ങളുടെ വിപ്ലവ സൃഷ്ടിച്ച സമത്വ സുന്ദര മുദ്രാവാക്യങ്ങൾ നിങ്ങൾക്കെന്നും അസ്വസ്ഥതയാണ്. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത സാംസ്കാരിക അപ്പോസ്തലന്മാർ നാണമില്ലയോ തനിക്ക്? മിണ്ടരുത്, അരിഞ്ഞു കുളത്തിലാണ് ഞാൻ. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഇത് കൊടിയിൽ കെട്ടി ജനങ്ങളെ വിടികളാക്കാൻ നോക്കുന്നു. ഇന്ത്യയൊക്കെ ഒരു സോഷ്യലിസം. മതത്തിന്റെ മതിൽക്കെട്ടുകളിലെ വെറും ഭീകരരാണ് നിങ്ങൾ. ഭീകരരാണ് പോലും. നിന്റെയൊക്കെ വിപ്ലവകാരികൾ കൊന്നു തള്ളിയ അനേകായിരം കബന്ധങ്ങൾ ലോക മനസാക്ഷിയെ ഞെട്ടിച്ചത് ചരിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ നിനക്കൊന്നും ഒരിക്കലും കഴിയില്ല. സഖാവേ, പിടിയാവനെ. ഇവിടെ കോടതി മതി. ഇവിടെ വേണ്ട. ആശയം മോളെ 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 ഇവിടെ എവിടെ പോയി? മോളെ പാപ്പാക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടോ മോളെ? ആ മോള് നോക്കാം. മോളെ ഇതെന്തായി കാണുന്നത്? കോളേജിൽ പോയി തുടങ്ങിയപ്പോ മോളുടെ ഡ്രസ്സും പോലൊക്കെ മാറിയോ? തലയിൽ തട്ടനൊക്കെ മാറി. എന്താ മോളെ ഇത്? എന്താ വാപ്പ ഈ കാണുന്നത്? ഈ വാപ്പാക്ക് എന്തിന്റെ സൂക്കടാ? കാലത്തൊക്കെ അങ്ങോട്ട് മാറിയില്ലേ? ഇപ്പോഴും തന്നെ തട്ടിട്ട് നടക്കണേ. വാപ്പ എന്താ മോളെ ഈ കേൾക്കണത്? എന്താ ഈ കേൾക്കണത്? നിങ്ങൾ നാട്ടുകാരെ വാക്കും കേട്ട് നടന്ന ഇത് എന്റെ ബോഡിയല്ലേ? അതിന്റെ വീട് എനിക്കുണ്ട്. അത് നാട്ടുകാരല്ല പറയേണ്ടത്. മോളെ നാട്ടുകാര് മോളെ കുറിച്ച് അതൊന്നും പറയുന്നുണ്ട് കേട്ടോ. മോളെ ഒരു കാര്യം ചെയ്യും, ആ മുസല്ല എടുത്ത് അവിടെ വാ, നമുക്ക് ഈ മുസല്ലയില് ഒരുമിച്ചിരുന്ന് നിസ്കരിക്കാം. വാ, ഇതിന്റെ സൂക്കടാ വാപ്പാ. നിങ്ങൾ വഴിക്ക് ഒരുമിച്ച് ഒറ്റയ്ക്ക് നിസ്കരിച്ചോ? മോളെ മോളെ ഞാൻ കേട്ടില്ല. മോള് പറയുന്നത് എന്നോട് ഒരുമിച്ച് കൂടെ നിസ്കരിക്കണ്ട എന്റെ മോള്. ഒന്നിനെ കണക്കിലാകുന്നോണ്ട് നിങ്ങളുടെ പ്രണയത്തെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഉമ്മയാണ്. മോളെ അവർക്ക് ജീവിതം കൊടുക്കാൻ കഴിഞ്ഞ വാപ്പക്ക് മോളെ ഈ വീട് എന്നെ തടവറയാക്കിയത് നിങ്ങളാണ്. എന്റെ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിച്ചത് കോളേജിലാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഭ്രാന്താണ്, മുഴുവൻ ഭ്രാന്ത്. അല്ല, ഞാൻ ഭ്രാന്തനല്ല. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. നിങ്ങളൊന്ന് പറയാന്റെ മോളോട് എനിക്ക് ഭ്രാന്തില്ലാന്ന്. എന്ത് പറ്റി? എന്റെ മോളെ ഞാൻ എന്ത് ചെയ്യും? അതാണോ കാര്യം? പക്ഷേ ഇനിയൊന്നും ചെയ്യാനില്ല കാതറെ. പക്ഷേ നിനക്ക് ഇനി മാഷ വിളിച്ചത് കാര്യമില്ല കാതറെ. ഇത് പറയില്ല പക്ഷേ. ചെയ്യാമായിരുന്ന സമയത്ത് നീ ഈ മുസല്ലയിൽ കാലം കഴിച്ചു കൂട്ടി. പക്ഷേ മുസല്ലയുടെ മഹത്വം പറയില്ലേ മാഷേ? കാതറെ, ഈ മുസല്ലയുടെ മഹത്വം ഒരുപക്ഷെ നിന്നേക്കാളേറെ എനിക്കറിയാം. പിന്നെ എന്തിനാ മാഷേ ഈ മുസല്ലയെ കുറിച്ച് അങ്ങനെ പറഞ്ഞത് മാഷേ? കാതറെ, നീ ഒരു സ്വാർത്ഥനാണ്. നീ നിനക്ക് വേണ്ടി മാത്രമാണ് ഈ മുസല്ല വിളിച്ചത്. നീ നിന്റെ ചുറ്റുപാടൊന്നും ശ്രദ്ധിച്ചില്ല. ഇന്ന് ഈ മുസല്ല നിന്റേത് മാത്രമാണ്. നിന്റെ മോൾക്ക് പോലും വേണ്ട നിന്റെ ഈ മുസല്ല. മാഷേ ഞാൻ എന്ത് ചെയ്യും മാഷേ? എന്റെ മോള് കാതറെ, മക്കൾക്ക് വലിയ ഉദ്യോഗം ഉണ്ടാവണമെന്ന് നീ ആഗ്രഹിച്ചു. അതിന് ഈ മുസല്ല തടസ്സമാകുമെന്ന് വിചാരിച്ചപ്പോൾ നീ അവരെ ഈ മുസല്ലയിലേക്ക് ക്ഷണിച്ചില്ല. മാഷേ ഇനി എന്ത് ചെയ്യും? എനിക്കൊരു മാർഗം പറഞ്ഞതാണ് മാഷേ. എനിക്കൊരു മാർഗം പറഞ്ഞതാണ് മാഷേ. കാതറെ, വൈകി വന്ന വിവേകം ഫലം കാണുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. കൈവിടല്ലേ മാഷേ, കൈവിടല്ലേ. എന്നെ
കൈവിടില്ല മാഷേ. അതെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. മക്കൾ പട്ടത്തെ പോലെ പാറി പറന്ന് നടക്കുകയാണ്. നീ അവരെ നിന്റെ കയ്യിലെ ബലമില്ലാത്ത നൂലുകൊണ്ട് ബന്ധിച്ചിടാൻ ശ്രമിച്ചു. എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ നല്ല ബലമുള്ള നൂലുകൊണ്ട് അവരെ ആകാശ സീമകളിൽ പറത്തിവിടുക. കുടുംബത്തിന് തണലാവേണ്ടിയിരുന്ന നീ, കുടുംബത്തിന് ചേർത്ത് പിടിക്കേണ്ടിയിരുന്ന നീ, ആത്മീയ ലോകത്ത് നീ വിഹരിക്കുകയായിരുന്നു. തെറ്റുപറ്റിപ്പോയി മാഷേ. ഇനി നമ്മൾ എന്ത് ചെയ്യും മാഷേ? നമ്മൾ മാഷേ, ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. എന്റെ സങ്കടം കേൾക്കാൻ ഈ 4 ചുമരുകൾ മാത്രമായിരുന്നു. ഈ മുസ്ലിം എനിക്ക് അന്യമായിരുന്നു. കുറച്ചു കഴിഞ്ഞ പറഞ്ഞെന്നെ മാറ്റി നിർത്തുകയായിരുന്നു. മോളെ, നീ പറയുന്നത് ഈ മാഷയ്ക്ക് മനസ്സിലാവും. എന്നാൽ തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ആ തെറ്റുകൾ തിരുത്താൻ തയ്യാറായി നിന്റെ ഉപ്പ ഇന്നൊരു പുതിയ മനുഷ്യനാണ്. മോളെ, നീ നിന്റെ വാപ്പോട് ക്ഷമിക്കുന്നു. നമുക്ക് ഈ മുസല്ലിനെ ഒരുമിച്ചിരിക്കാമോ? മുസല്ലെ ഇന്നാണ് ശരിക്കും അൽഹംദുലില്ലാ. കൂടുമ്പോൾ ഇമ്പമുള്ളതാവട്ടെ കുടുംബം. സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹോദരത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും ദിനങ്ങളാവട്ടെ ഇന്നത്തെ പെരുന്നാൾ. പെരുന്നാൾ ദിനത്തിൽ മുസല്ലയിൽ നിന്നും വിശ്വാസികളുടെ അധരങ്ങളിൽ നിന്നും ഉതിർന്നു വീഴുന്ന തക്ബീർ ധ്വനികൾ അനീതികളോടും അരുതായ്മകളോടും കലഹിച്ച് ഒന്നിനോടും കേടങ്ങാത്ത മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗപൂർണമായ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാടകം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ നാടകം സശ്രദ്ധം സാഗൂതം വീക്ഷിച്ച പ്രിയപ്പെട്ട എല്ലാവർക്കും CFM സർഗവേദിയുടെ ഹൃദയത്തിൽ തൊട്ട് നന്ദി രേഖപ്പെടുത്തുന്നു.